ഹലോ ഗൈസ്, വെൽക്കം ടു ക്രിസ്ത്യൻ ടൈംസ്. അങ്ങനെ നമ്മുടെ അക്വാമാൻ ആൻഡ് ദ ലോസ്റ്റ് കിങ്ഡം മൂവി റിലീസായി എല്ലാവരും കണ്ടുവെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇതോടെ നമ്മുടെ DCU അവസാനിച്ചിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ട് തന്നെ DCU ഇപ്പം എൻ്റെ ആയിരിക്കുകയാണ്. ഇനി വന്ന് നമ്മുടെ ജെയിംസ് ഗൺ യൂണിവേഴ്സാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അക്വാമാൻ 2 മൂവി ഇപ്പോൾ എങ്ങനെയുണ്ട്, കൊള്ളാമോ? സോ വണ്ണുമായിട്ട് കമ്പയർ ചെയ്ത് എങ്ങനെയുണ്ട് മൊത്തം നമുക്ക് നോക്കാം. അപ്പോൾ ആൾറെഡി ഒരു അക്വാമാൻ 2 മൂവി വന്ന് എങ്ങനെയുണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ ആക്ച്വലി ഇത് വന്നൊരു ഫൺ പടമാണ്. ഒരു ആക്ഷൻ അഡ്വഞ്ചർ കോമഡി ആയിട്ടുള്ളൊരു പടമാണ്. ലാഗൊന്നുമില്ല പടത്തിലൊക്കെ, നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ്. അതുകൊണ്ട് കളറായിട്ടുണ്ടാവും പടം കണ്ടുകൊണ്ടിരിക്കാൻ. ഓക്കെ, സോ അപ്പോൾ ഒരു മൂവിയിൽ വന്ന് ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻസ് അവർ കൊടുത്തിട്ടുള്ളത് ഫാമിലിക്കാണ്. സോ ഇപ്പം അക്വാമാൻ വന്നൊരു ഫാദറാണ്, അതേപോലെ തന്നെ ഒരു ഹസ്ബൻഡാണ്. അപ്പം ആ ഒരു രീതിയിലാണ് സ്റ്റോറി പോകുന്നത്. ബട്ട് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ ആ ഒരു ബ്രദർലി ബോണ്ടിങ്ങിനാണ്. അതായത് അക്വാമാൻ്റെ ആ ഒരു ബ്രദറില്ലേ, ഓഷ്യൻ മാസ്റ്റർ, ഇവർക്ക് രണ്ടുപേർക്കിടയിലുള്ള ഒരു ആ ഒരു ബ്രദർലി ബോണ്ടിങ് ആണ് ഇവർ എടുത്ത് കാണിക്കുന്ന ഒരു കാര്യം. അത് കൊള്ളായിരുന്നു. ഓക്കെ, നല്ല രസമായിരുന്നു. കാരണം കഴിഞ്ഞ പടത്തിൽ ഇവർ പരസ്പരം ഫൈറ്റ് ആയിരുന്നു. ബട്ട് ഇപ്പം വന്ന് ഇവരൊരു ബ്രദേഴ്സ് ആവുന്നു എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അവസാനം ഇവർ എങ്ങനെ ബ്രദർ ആവുന്നു, അതാണ് എൻ്റെ ഒരു മെയിൻ സ്റ്റോറി കൺസെപ്റ്റായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ ഒരു പടത്തിൽ പോസിറ്റീവായിട്ട് ഞാൻ ഇപ്പോൾ പറയുകയാണെങ്കിൽ ഫസ്റ്റാണ് നമ്മുടെ അക്വാമാൻ ആക്ടർ ജെയ്സൺ മോമെ പറയണം. പുള്ളിയുടെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. അതായത് കോമിക്സിൽ വന്ന ഒരു അക്വാമാൻ ക്യാരക്ടർ വന്ന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ബട്ട് ഇതിൽ വരെ നമ്മുടെ അക്വാമാനെ ഭയങ്കര ഒരു ഫണ്ണി ക്യാരക്ടറായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഒരു ടെൻഷനൊന്നുമില്ല, എപ്പോഴും ഹാപ്പി ആയിട്ടാണ് കാണിച്ചിട്ടുള്ളത്. സോ അതുകൊണ്ട് അക്വാമാൻ ക്യാരക്ടർ സൂപ്പറായിരുന്നു, നല്ല ഫണ്ണി ആയിട്ട് സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. ജെയ്സൺ മോമെ പെർഫോമൻസ് സൂപ്പറായിരുന്നു. പിന്നെ വന്ന് ഓഷ്യൻ മാസ്റ്റർ. സോ ഓഷ്യൻ മാസ്റ്ററിൻ്റെ പെർഫോമൻസും സൂപ്പറായിരുന്നു. സോ അദ്ദേഹം വന്ന് തുടക്കത്തിലൊരു സീരിയസ് ആയിട്ട് വന്നിട്ട് അവസാനം എങ്ങനെ അദ്ദേഹത്തിൻ്റെ ക്യാരക്ടർ ചേഞ്ച് ആവുന്നു, ലാസ്റ്റ് വന്ന് ഒരു ഓഷ്യൻ മാസ്റ്റർ എങ്ങനെ അക്വാമാനെ തൻ്റെ ബ്രദറായിട്ട് അംഗീകരിക്കുന്നു, ആ രീതിയിലാണ് പോകുന്നത്. അത് കൊള്ളായിരുന്നു. ഓക്കെ, പിന്നെ ആംബർ ഹെഡ്. സോ ആംബർ ഹെഡിന് റോളുണ്ട്, കാരണം എന്താ പറയുക, അക്വാമാൻ്റെ വൈഫാണ്. അപ്പം എന്തായാലും റോൾ കൊടുത്തേ പറ്റും. റോളൊക്കെ ഉണ്ട്. ചില ആൾക്കാർക്ക് ആംബർ ഹെഡിനെ കാണുമ്പം ദേഷ്യം വരും, കാരണം ഓഫ് കോഴ്സ് ഇഷ്യൂസ് ആംബർ ഹെഡുമായിട്ട് ബന്ധപ്പെട്ടുണ്ടല്ലോ. ബട്ട് അല്ലാതെ നിങ്ങൾ ഒരു ക്യാരക്ടറായിട്ട് നോക്കിയാൽ, മീര ക്യാരക്ടർ ആയിട്ട് നോക്കിയാൽ കൊള്ളാം. ഓക്കെ, ചുമ്മാ വന്നില്ല, ക്യാരക്ടറിനും ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് ആംബർ ഹെഡിൻ്റെ ആ ഒരു ക്യാരക്ടർ കൊള്ളാം. ഞാൻ പിന്നെ കൂടുതലൊന്നും പറയുന്നില്ല. പിന്നെ വന്ന വില്ലൻ ക്യാരക്ടർ, അതായത് നമ്മുടെ ബ്ലാക്ക് മാൻറ്റ, സൂപ്പർ ക്യാരക്ടർ എന്ന് വെച്ചാൽ വേറെ ലെവൽ വില്ലൻ, അത്രേ പറയാനുള്ളൂ. കാരണം കഴിഞ്ഞ പടത്തിലും അദ്ദേഹം സൂപ്പറായിരുന്നു. ബട്ട് ഈ പടത്തിൽ വേറെ ലെവലായിട്ട് ഈ ബ്ലാക്ക് മാൻറ്റ ക്യാരക്ടറിനെ കാണിച്ചിട്ടുണ്ട്. ലാസ്റ്റ് വരയ്ക്കും ഒരു പ്യുവർ വില്ലനായിട്ടാണ് ബ്ലാക്ക് മാൻറ്റ കാണിച്ചിട്ടുള്ളത്. ഇപ്പോൾ സാധാരണ ഇപ്പോൾ വന്ന സൂപ്പർ ഹീറോ പടങ്ങളിലൊക്കെ വില്ലനെ വന്ന് ലാസ്റ്റ് നല്ലവനാക്കും. ബട്ട് ഇതിലങ്ങനെയില്ല, ലാസ്റ്റ് വരയ്ക്കും ഈ ബ്ലാക്ക് മാൻറ്റ ഒരു പ്യുവർ വില്ലനായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. അത് കൊള്ളായിരുന്നു. പിന്നെ ഒന്ന് ഒരു പടത്തിലെ VFX ആൻഡ് വിഷ്വൽസിനെ പറ്റിയൊന്നും പറയേണ്ട ആവശ്യമില്ല, ഗംഭീരമാണ്. സോ അക്വാമാൻ 1 പോലെ ആ വിഷ്വൽസ് അവർ ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. ആൾറെഡി ആ തിയേറ്റർ എക്സ്പീരിയൻസ് സൂപ്പറാണ്. സോ തിയേറ്ററിൽ പോയി കണ്ടവർക്ക് എന്താ പറയുക, ഉറപ്പായിട്ട് നല്ലൊരു എക്സ്പീരിയൻസ് കിട്ടുമെന്ന് പറയേണ്ടി വരും. പിന്നെ വന്ന് ഈ ഒരു പടത്തിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ മൂവിയുടെ ഒരു ലോസ്റ്റ് കിങ്ഡമാണ് ഇതിൽ മെയിൻ ഫോക്കസ്. സോ അത് ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. അതായത് ബ്ലാക്ക് ട്രൈഡൻറ്റ്, ആ നെക്രസ് എന്ന് പറഞ്ഞാൽ അതിനെയൊക്കെയാണ് അവർ ഫോക്കസ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ കൊള്ളാണ്. ആ നെക്രസിൻ്റെ ഓറിജിൻ അതൊക്കെ സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. ഈ പടം വന്നിട്ട് കളർഫുള്ളായിട്ടാണ് പോകുന്നത്. ബട്ട് ഈ ഒരു കാര്യം പറയുമ്പം ഈ ഒരു മൂവി വന്ന് ഡാർക്കായിട്ട് മാറും, ഒരു ഹൊറർ പടം പോലെയാവും. അപ്പോൾ അതൊക്കെ സൂപ്പറായിരുന്നു, ഗംഭീരമായിരുന്നു. എനിക്ക് പേഴ്സണലായിട്ട് അതൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ഇത് മാത്രമല്ല, ഈ ഒരു അറ്റ്ലാന്റിയൻസിനെ അവർ സൂപ്പറായിട്ട് കാണിച്ചിട്ടുണ്ട്. കഴിഞ്ഞ പടത്തിനേക്കാളും കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു അറ്റ്ലാന്റിയൻസ് അവർ നന്നായിട്ട് കാണിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിലുള്ള കാര്യങ്ങളും ഇവനിപ്പോൾ അക്വാമാൻ കിങ് ആയിരുന്നാലും അക്വാമാനേക്കാളും വലിയ പൊസിഷനിൽ ഒരുപാട് ക്യാരക്ടേഴ്സ് അറ്റ്ലാന്റിയൻ കിങ്ഡത്തിലുണ്ട്. അവരെയൊക്കെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് ആ ഒരു അറ്റ്ലാന്റിയൻസ് എന്ന് പറയുന്ന ആ ഒരു സിറ്റി അല്ലെങ്കിൽ ആ ഒരു കിങ്ഡം വന്ന് അവർ ഗംഭീരമായിട്ട് കാണിച്ചിട്ടുണ്ട്. സോ ഇനി വന്ന ഒരു പടത്തിൻ്റെ നെഗറ്റീവ് സൈഡിലോട്ട് വരികയാണെങ്കിൽ ഫസ്റ്റ് തന്നെ സ്റ്റോറിയെ പറ്റി പറയണം. വലിയൊരു പുതുമയുള്ള കഥയൊന്നുമല്ല. നിങ്ങൾക്ക് ഈസിയായിട്ട് പടത്തിൻ്റെ സ്റ്റോറി എന്തെങ്കിലും ഗസ് ചെയ്യാം. ഇവൻ അടുത്ത് എന്ത് നടക്കും, ക്ലൈമാക്സ് എങ്ങനെയായിരിക്കും, അതൊക്കെ ഈസിയായിട്ട് ഗസ് ചെയ്യാം. വലിയൊരു ട്വിസ്റ്റും കാര്യങ്ങളൊന്നും ഈ പടത്തിലൊന്നുമില്ല. അതാണ് എനിക്ക് ഈ പടത്തിൽ ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നിയൊരു കാര്യം. സോ പിന്നെ വന്ന് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇതിൽ വരെ നമുക്കൊരു കാര്യം ഫോളോ ചെയ്യാൻ പറ്റില്ല. സോ ഇതിൽ വന്ന് നിറയെ കാര്യങ്ങൾ അവർ പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ആ ഒരു ബ്രദറുമായി ബന്ധപ്പെട്ട ബ്രദർലി ബോണ്ടിങ്, കൂടാതെ ഫാമിലി, ഇവൻ അക്വാമാൻ ഒരു അച്ഛനാണ്, സോ ആ രീതിയിൽ. പിന്നെ അക്വാമാൻ ഒരു ഹസ്ബൻഡാണ്, ആ ഒരു സ്റ്റോറി പോവും. ഒരു അക്വാമാൻ്റെ ആ ഒരു മദർ, ആ ഒരു രീതിയിൽ സ്റ്റോറി പോകും. അങ്ങനെ പല ഇതും പറഞ്ഞുണ്ട്. ബട്ട് ഒന്നും നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റില്ല. ഓക്കെ, സോ എല്ലാം മാറ്റി മാറ്റി ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും, ജമ്പ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് തന്നെ ഒന്നും ഫോളോ ചെയ്യാൻ പറ്റില്ല. സോ അത് മാത്രമല്ല, അക്വാമാൻ എന്ന ക്യാരക്ടറിന് വന്ന്
എന്താ പറയുക ഒരു ഫണ്ണി ആയിട്ടാണ് കാണിച്ചത്. അത് ചിലയിടങ്ങളിൽ ഓവറായതുപോലെയാണ് എനിക്ക് പേഴ്സണലായിട്ട് തോന്നിയത്. അതായത് പുള്ളിക്കൊരു സീരിയസ്നെസ് ഇല്ല. ഇവൻ അക്വാമാൻ ഒരു കിങ് ആണ്, ഒരു അച്ഛനാണ്, ബട്ട് പുള്ളിക്ക് അതിൻ്റെ ഉള്ള ഒരു സീരിയസ്നെസ്സും ഇല്ല. എപ്പോഴും എന്താ പറയുക ഹാപ്പി ആയിട്ട് ചുമ്മാ കോമഡി കാണിച്ചുകൊണ്ട് നടക്കും. ചിലയിടങ്ങളിൽ ഇവൻ തട ഇങ്ങനെയെന്ന് ആലോചിക്കുന്ന പോലെ ഉണ്ടാകും. കുറച്ച് ഓവറായതുപോലെയാണ് എനിക്ക് തോന്നിയത്. അതായത് ഇതിൽ വേറൊരു സീനുണ്ട്, ഒരു അഡ്വഞ്ചർ സീനുണ്ട്, പുള്ളിയുടെ ബ്രദറും കൂടെ പോണത്. അതെന്തിനു വെച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് കുറച്ച് ഓവറായതുപോലെ തന്നെ എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ അറ്റ്ലാന്റിയൻസ് നശിച്ചുകൊണ്ടിരിക്കുന്നത്, ലോകമേ നശിച്ചുകൊണ്ടിരിക്കുന്നത്, ബട്ട് ഇവരിവിടെ കോമഡി കാണിച്ചുകൊണ്ട് നടക്കുന്നത്. അതാണ് എനിക്ക് പിടികിട്ടത്. അത് കുറച്ച് ക്രിഞ്ചായിട്ടുള്ളത് പോലെയാണ് തോന്നിയത്. പിന്നെ പടത്തിൽ വന്ന് ഇമോഷൻസ് ഒന്നും അങ്ങനെ വലുതായിട്ട് എന്താ പറയുക വർക്കൗട്ട് ആവാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. സോ അതുമാത്രമല്ല ഈ ഒരു മൂവിയിൽ വന്ന് എനിക്ക് ഒരു ചെറിയൊരു നെഗറ്റീവായിട്ട് തോന്നിയ ക്യാരക്ടർ ഡെവലപ്മെൻറ്റ്. സോ ആരുടെയും ക്യാരക്ടർ ഡെവലപ്മെൻറ്റ് ശരിയാവാത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. പ്രത്യേകിച്ച് അക്വാമാനെ തന്നെ ഈ പടത്തിൽ ഒരു ഫണ്ണി ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തത്. അതെനിക്ക് വലുതായിട്ട് ഇഷ്ടപ്പെട്ടില്ല. എന്താ പറയുക ഒരു ഒട്ടും തന്നെ സീരിയസ് ഇല്ലാത്ത അവർ കാണിച്ചു കിടന്നു. സോ ആൾറൗണ്ട് ഈ ഒരു അക്വാമാൻ 2 മൂവി എങ്ങനെയുണ്ട്, അക്വാമാൻ 1 കമ്പയർ ചെയ്ത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ സ്റ്റിൽ അക്വാമാൻ 1 തന്നെയാണ് സൂപ്പർ. 1 കമ്പയർ ചെയ്താൽ ഇത് ഡൗൺ തന്നെയാണ്. ഓക്കെ, ബട്ട് ആൾറൗണ്ട് പടം എന്താ പറയുക ഫണ്ണാണ്. നിങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കാൻ തിയേറ്ററിൽ പോയൊക്കെ 1 ടൈം വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ്. ലാഗൊന്നുമില്ല, കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസം തന്നെയാണ്. ഓക്കെ, അപ്പം ആൾറൗണ്ട് ഈ ഒരു പടം ഗുഡ് മൂവിനെ പറയാൻ പറ്റൂ, ബട്ട് ഭയങ്കര ഗംഭീര പടമൊന്നും പറയാൻ പറ്റില്ല. ഓക്കെ, സോ അപ്പം ആൾറെഡി പടം കണ്ടവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക, ചില ആദ്യമായിട്ട് തന്നെ കാണിക്കുക, മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഗൈസ്.